മാസങ്ങളായിട്ട് വിറ്റാമിൻസിന്റെയും മറ്റും വളരെ വില കൂടിയ സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചിട്ട് ക്ഷീണം മാറുന്നില്ല, അതുപോലെ തന്നെ രക്തത്തിലെ അളവ് വർദ്ധിച്ചു വരുന്നില്ല എന്നുള്ളത്. ശേഷം പലരും പറയും ചില കമ്പനികളുടെ ഗുളികയുടെ പ്രശ്നമാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഗുളികയുടെ പ്രശ്നത്തിനേക്കാൾ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ കുടലിന്റെ പ്രശ്നമാണോ എന്നുള്ളത്. നമ്മൾ വെറുതെ കുറെ കഴിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ഇത് ശരീരം എങ്ങനെ ആഗിരണം ചെയ്ത് അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടലിന്റെ അവസ്ഥ മോശമാണെങ്കിലും, അതുപോലെ വയറ്റിൽ ആവശ്യത്തിന് ആസിഡ് ഇല്ലാതിരിക്കുമ്പോഴും ഒക്കെ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ ഇത് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ്. അതിനാൽ തന്നെ നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, വില കൂടിയ സപ്ലിമെന്റുകൾക്ക് നാം പണം ചെലവഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദഹനവും കുടലും ശരിക്ക് ഒപ്റ്റിമൽ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും, ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് ശരിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്.